ഗവൺമെന്റ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിനി, ഗവൺമെന്റ് ITI മലമ്പുഴയിലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ വിവിധ ട്രേഡുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡിലെ സെക്കൻഡ് സെമിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിലെ സ്ട്രിംഗ് മെത്തേഡ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ് എന്ന ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജാവാസ്ക്രിപ്റ്റ് സ്ട്രിംഗ്സ് ആർ യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ടെക്സ്റ്റ് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നതിനും മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് സ്ട്രിംഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. JavaScript strings are used for storing and manipulating text. ഒരു സ്ട്രിംഗ് വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് നോക്കാം. VAR വേരിയബിൾ ഡിക്ലറേഷനുള്ള കീവേഡാണ്. അതിൽ നമ്മൾ ഒരു വാല്യൂ ചെന്നൈ എന്നുള്ള ഒരു ടെക്സ്റ്റ് വാല്യൂ ആണ് സിറ്റി നെയിം എന്നുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത്. VAR സിറ്റി നെയിം ഈക്വൽ ടു ചെന്നൈ. ഇവിടെ ഡബിൾ കോട്ട്സിലോ സിംഗിൾ കോട്ട്സിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഡബിൾ കോട്ട്സോ സിംഗിൾ കോട്ട്സോ ഇത് വേണമെങ്കിലും യൂസ് ചെയ്യാം. യു ക്യാൻ യൂസ് കോഡ്സ് ഇൻസൈഡ് എ സ്ട്രിംഗ് ആസ് ലോങ് ആസ് ദേ ഡു നോട്ട് മാച്ച് ദ കോഡ് സറൗണ്ടിങ് ദ സ്ട്രിംഗ്. ഇപ്പോൾ നമുക്ക് യു ആർ വെൽക്കം എന്നുള്ള സ്ട്രിംഗ് കൊടുക്കണം. അതിനുള്ളിൽ തന്നെ ഒരു സിംഗിൾ കോഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോഡ്സ് ആണെങ്കിൽ ആ ടെക്സ്റ്റിന് സറൗണ്ടിങ് ആയിട്ട് നമ്മൾ വേരിയബിൾ ഡിക്ലറേഷൻ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഡബിൾ കോഡ്സ് ആയിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റിൽ ഡബിൾ കോഡ്സ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ സിംഗിൾ കോഡ്സ് യൂസ് ചെയ്യാം. സെയിം കൊടുക്കരുത്. അപ്പോൾ സെയിം കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ യു ആർ വെൽക്കം നമുക്ക് ടെക്സ്റ്റിൽ ആറിന് സിംഗിൾ കോഡ്സ് ആണ് യു ആറിന് ഉള്ളത് കൊടുക്കണേ. ആ സിംഗിൾ കോഡ്സ് തന്നെ നമ്മൾ ടെക്സ്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ യു എന്നുള്ളത് ഇവിടെ ക്ലോസ് ചെയ്തൊന്നും തോന്നൂലേ, അപ്പോൾ ഇവിടെ ഇൻവാലിഡ് ആയിരിക്കും. ഇനി അഥവാ നമുക്ക് സിംഗിൾ കോഡ്സിനുള്ളിൽ തന്നെ സിംഗിൾ കോഡ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബാക്ക് സ്ലാഷ് കൊടുക്കുക. ബാക്ക് സ്ലാഷിന് എസ്കേപ്പ് ക്യാരക്ടർ എന്ന് പറയും. ദ ബാക്ക് സ്ലാഷ് എസ്കേപ്പ് ക്യാരക്ടർ ടേൺസ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇൻ ടു ദ സ്ട്രിംഗ് ക്യാരക്ടേഴ്സ്. സ്ട്രിംഗ് ക്യാരക്ടേഴ്സിൽ ചില സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കൊടുക്കാനാണ് ബാക്ക് സ്ലാഷ് യൂസ് ചെയ്യുന്നത്. സിംഗിൾ കോഡ്സിലാണ് സ്ട്രിംഗ് കൊടുക്കണമെങ്കിൽ വീണ്ടും നമുക്ക് സിംഗിൾ കോഡ്സ് അതിനുള്ളിൽ വേണമെങ്കിൽ ബാക്ക് സ്ലാഷ് കൊടുക്കാം. അല്ല ഡബിൾ കോഡ്സ് വേണമെങ്കിൽ ബാക്ക് സ്ലാഷ് കൊടുക്കാം. ഇനി ബാക്ക് സ്ലാഷ് തന്നെ വരണമെങ്കിൽ 2 പ്രാവശ്യം ബാക്ക് സ്ലാഷ് കൊടുക്കുക. അപ്പോൾ സ്ട്രിങ്ങിൽ നമുക്ക് ബാക്ക് സ്ലാഷ് കൊടുക്കാം. ഇവിടെ യു ആർ വെൽക്കം എന്നുള്ളത് ബാക്ക് സ്ലാഷ് ഇട്ടിട്ടാണ് ഈ സിംഗിൾ കോഡ്സ് കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല. ബാക്ക് സ്ലാഷ് ഇടാതെ സിംഗിൾ കോഡ്സ് കൊടുത്താൽ അത് ഇൻവാലിഡ് ആണ്. സ്ട്രിംഗ് ഡിക്ലെയർ ചെയ്യുന്നത് ഒരു സ്ട്രിംഗ് സാധാരണ ഡാറ്റ ടൈപ്പ് പോലെയായിട്ട് പ്രിമിറ്റീവ് നോർമലി ജാവാസ്ക്രിപ്റ്റ് സ്ട്രിംഗ്സ് ആർ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. വി ക്യാൻ ഡിക്ലെയർ എ സ്ട്രിംഗ് വേരിയബിൾ ആസ് VAR. വേരിയബിളിന് ഒരു പേര് കൊടുക്കുന്നു, കോഡ്സിൽ ആ വാല്യൂ കൊടുക്കുന്നു. ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാം. വേരിയബിൾ ഡിക്ലറേഷൻ പോലെ ഡാറ്റ ടൈപ്പ് ആയിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം സ്ട്രിങ്ങിനെ. വേരിയബിൾ ഡിക്ലെയർ ചെയ്യണ പോലെ VAR വേരിയബിൾ നെയിം കൊടുക്കുക. ന്യൂ എന്നുള്ള കീവേഡ് വെച്ചിട്ട് സ്ട്രിംഗ് ബ്രാക്കറ്റിൽ ആ വാല്യൂ ഇനീഷ്യൽ വാല്യൂ എന്താണെങ്കിൽ അത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഒബ്ജക്റ്റായിട്ടും സ്ട്രിങ്ങിനെ ഡിഫൈൻ ചെയ്യാവുന്നതാണ്. സ്ട്രിംഗ് മെത്തേഡ്സ്, കുറച്ച് സ്ട്രിംഗ് മെത്തേഡ്സ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ഇൻഡെക്സ് ഓഫ് മെത്തേഡ് റിട്ടേൺസ് ദ ഇൻഡെക്സ് പൊസിഷൻ ഓഫ് എ സ്പെസിഫൈഡ് ടെക്സ്റ്റ് ഇൻ എ സ്ട്രിംഗ്. അതിന് മുമ്പ് നമുക്ക് സ്ട്രിങ്ങിൻ്റെ ഇൻഡെക്സ്, സ്ട്രിങ്ങിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യണം. ഒരു വേരിയബിൾ STR എന്ന് പറയുന്ന സ്ട്രിംഗ് വേരിയബിളിൽ നമ്മൾ വെൻ ഐ ഡു ഗുഡ് ഐ ഫീൽ ഗുഡ് എന്നുള്ള വേർഡാണ് സ്റ്റോർ ചെയ്യുന്നത്. അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഒരു അരേ പോലെ ഇങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുക. ഇൻഡെക്സ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അരേ പോലെ ട്രീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അരയുടെ ഇൻഡെക്സ് 0 തുടങ്ങുക. JavaScript counts position from 0. 0 is the first position of the string. 1 is the second position. ആ ഒരു ഓർഡറിലാണ് എടുക്കുന്നത്. അപ്പോൾ when I do good
ഐ ഫീൽ ഗുഡ് എന്നുള്ള വേർഡ് ഒരു സ്ട്രിങ്ങിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 0th പൊസിഷനിൽ W, ഫസ്റ്റ് പൊസിഷനിൽ H അങ്ങനെയായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഗുഡ് എന്നുള്ള പൊസിഷൻ്റെ ഇൻഡെക്സ്, ഗുഡ് എന്ന് പറഞ്ഞാൽ G ആണല്ലോ ആദ്യത്തെ അക്ഷരം. G എഴുതിയിരിക്കുന്നത് 10th അല്ലേ, STR of 10ലാണ് G ഉള്ളത്. അപ്പോൾ ഈ STR എന്ന് പറഞ്ഞ സ്ട്രിങ്ങിലത്തെ ഇൻഡെക്സ് ഓഫ് ഗുഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് എന്നുള്ള വാക്ക് എവിടെയാണോ തുടങ്ങുന്നത്, അപ്പോൾ G അല്ലേ, അതിൻ്റെ ഇൻഡെക്സ് എത്രയാണെങ്കിൽ അത് നം എന്നുള്ള വേരിയബിളിലേക്ക് വരും. നമ്മൾ നം എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ 10 എന്നുള്ള വാല്യൂ ആണല്ലോ സ്റ്റോർ ചെയ്ത് ആ വാല്യൂ കിട്ടും. ഇൻഡെക്സ് ഓഫ് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡും കൂടി. ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് ഒരു വേർഡ് തന്നെ 2 or 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാനുണ്ടായിരിക്കും. ഇപ്പോൾ ഈ വാക്കിൽ തന്നെ ഗുഡ് എന്നുള്ള വാക്ക് 2 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പം ലാസ്റ്റ് വന്നിട്ടുള്ളത് എവിടെയാണോ ആ ഇൻഡെക്സ്, അതിൽ ലാസ്റ്റ് വന്നിട്ടുള്ളത് 22 അല്ല 22ാമത്തെ പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പം 22 എന്നുള്ള വാല്യൂ. ഇൻഡെക്സ് ഓഫ്, ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ്, 2 മെത്തേഡ്സ്. ഈ 2 മെത്തേഡ്സിലും -1 ആണ് റിട്ടേൺ ചെയ്യണമെങ്കിൽ, ഇപ്പം 0 ആണ് റിട്ടേൺ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ തന്നെ നമ്മളിപ്പോൾ വെൻ എന്നുള്ള വേർഡാണ് സെർച്ച് ചെയ്യണമെങ്കിൽ എന്താ 0 എന്നല്ലേ വരാം. -1 വന്നാൽ എന്താ ഈ സ്ട്രിങ്ങിൽ അതില്ല, അങ്ങനെ ഒരു വാല്യൂ കണ്ടു ഇല്ല, നോട്ട് ഫൗണ്ട്. Last index of method. The last index of method returns the index position of the last occurrence of a specified text in a string. ഒരു വേർഡ് ഒരുപാട് പ്രാവശ്യം ഒക്കർ ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ഒക്കർ ചെയ്യണ ആ പൊസിഷൻ എത്രാമത്തേലായിരുന്നു വെച്ചാൽ ആ ഇൻഡെക്സ് ആണ് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് റിട്ടേൺ ചെയ്യുന്നത്. ഈ 2 ലാസ്റ്റ് ഇൻഡെക്സ് ഓഫിലായാലും -1 എന്നുള്ള വാല്യൂ ആണ് വരുന്നതെങ്കിൽ ആ ടെക്സ്റ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യണ ആ വാക്ക് അതിലില്ല, നോട്ട് ഫൗണ്ട്. Both the methods accepts a second parameter as a string position for the search. ഇൻഡെക്സ് ഓഫ് മെത്തേഡ് ആണെങ്കിൽ ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് മെത്തേഡിലും ഒരു സെക്കൻഡ് പാരാമീറ്റർ എന്താണ് ഫംഗ്ഷൻ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഈ ഇൻഡെക്സ് ഓഫ് എന്നുള്ളതിൽ നേരത്തെ ഒരു പാരാമീറ്റർ ഉള്ളൂ, ഗുഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ കോമിട്ടിട്ട് ഒരു വാല്യൂ കൂടി കൊടുക്കുമ്പോൾ സെക്കൻഡ് പാരാമീറ്റർ വരുന്നുണ്ട്. ഇവിടെ ഗുഡ് 15, അത് 15th പൊസിഷൻ തുടങ്ങി നമ്മൾ സെർച്ച് ചെയ്താൽ മതി. 1ാമത്തെ പൊസിഷൻ അല്ലെങ്കിൽ 0th പൊസിഷൻ തുടങ്ങി സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. 15th പൊസിഷൻ എന്ന് വെച്ചാൽ ഈ ഗുഡ് നോക്കണ്ട. 15th പൊസിഷൻ എവിടെയാണ് വരുന്നത്? 15th പൊസിഷൻ വരുന്നത് ഈ വാക്കിൽ ഇവിടെ തുടങ്ങിയിട്ടാണ്. അവിടെ തുടങ്ങി നോക്കുള്ളൂ. നമുക്ക് കുറേ ഒരു വലിയൊരു ടെക്സ്റ്റ് ആണെങ്കിൽ ഫുള്ള് നോക്കണ്ട, നമുക്കറിയാം. അല്ലെങ്കിൽ ആദ്യത്തിലുണ്ട്, അതൊന്നും വേണ്ട. കുറച്ച് കഴിഞ്ഞിട്ടുള്ള പൊസിഷനിൽ നിന്ന് വരുന്ന ആ വാക്ക് അവിടെയാണ് കണ്ടുപിടിക്കേണ്ടോ, അവിടെ തുടങ്ങി സെർച്ച് ചെയ്യണ്ടോന്ന് വെച്ചാൽ സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് അത് കൊടുക്കാം. 2 തരത്തിലും ചെയ്യാം. ഒരു പാരാമീറ്റർ വെച്ചിട്ട് ചെയ്യാം. ആദ്യം തുടങ്ങി നോക്കണമെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല. ഇൻഡെക്സ് ഓഫിലും ലാസ്റ്റ് ഇൻഡെക്സ് ഓഫിലും 2 നമുക്ക് സെക്കൻഡ് പാരാമീറ്റർ കൊടുക്കാം. സ്റ്റാർട്ടിംഗ് പൊസിഷൻ എവിടെയാണെന്നുള്ളത്. അപ്പം ഇതിൽ സ്റ്റാർട്ടിംഗ് പൊസിഷൻ 15 വെച്ചതുകൊണ്ട് ഈ ഫസ്റ്റത്തെ ഗുഡ് നോക്കില്ല, ഇവിടെ തുടങ്ങിയാണല്ലോ ചെക്ക് ചെയ്യുള്ളൂ. അപ്പം ഈ സെക്കൻഡ് ഗുഡാണ് വരാം. അത് 22ാമത്തെ പൊസിഷനിലാണ് കാണിക്കുന്നത്. സെർച്ചിങ് ഫോർ എ സ്ട്രിങ് ഇൻ എ സ്ട്രിങ്. സ്ട്രിങ്ങിനകത്ത് വേറൊരു സ്ട്രിങ് രണ്ടോന്ന് സെർച്ച് ചെയ്യുന്ന മെത്തേഡ്. ദി സെർച്ച് മെത്തേഡ് സെർച്ചസ് എ സ്ട്രിങ് ഫോർ എ സ്പെസിഫൈഡ് വാല്യൂ ആൻഡ് റിട്ടേൺസ് ദ പൊസിഷൻ ഓഫ് ദി മാച്ച് ചെയ്യണ ആ വാല്യൂ. ഇപ്പം തന്നെ ഗുഡ് എന്നുള്ള വെൻ ഐ ഡു ഗുഡ് ഐ ഫീൽ ഗുഡ് എന്നുള്ള വേർഡ് എവിടെയാണോ ഉള്ളത് ആ പൊസിഷൻ റിട്ടേൺ ചെയ്യണം. ഇപ്പം സെർച്ച് ആയാലും ഇൻഡെക്സ് ഓഫ് ആയാലും സെയിം വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് പാരാമീറ്റർ അത് സ്റ്റാർട്ട് പൊസിഷൻ നമുക്ക് പറയാൻ പറ്റില്ല. സെർച്ചിൽ ഇത്രാമത്തെ തുടക്കം തുടങ്ങി എന്നെ അത് സെർച്ച് ചെയ്യും. ഇവിടെ കോമിട്ടിട്ട് അടുത്ത് ഇത്രാമത്തെ 10th പൊസിഷൻ തുടങ്ങി സെർച്ച് ചെയ്താൽ മതി, അങ്ങനെ പറയാൻ പറ്റില്ല. സെക്കൻഡ് പൊസിഷൻ ആർഗ്യുമെന്റ് ഇല്ല, പാരാമീറ്റർ പാസ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. എക്സ്ട്രാക്ടിങ് സ്ട്രിങ് പാർട്സ്. ഒരു സ്ട്രിങ്ങിൽ നിന്ന് വേറൊരു സ്ട്രിങ്. ഇപ്പം നേരത്തെ ഇതിലൊക്കെ റിട്ടേൺ ചെയ്യുന്ന പൊസിഷനാണ്, എത്രാമത്തെ പൊസിഷനിലാണ്, ഒരു നമ്പർ വാല്യൂ ആണ് ഈ ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്തു വന്നത്. ഫംഗ്ഷൻ എടുത്തും ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യണതും പാരാമീറ്ററും അതെല്ലാം പറഞ്ഞിരുന്നു. ഫംഗ്ഷനിൽ ഇതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്പറാണ് വരാം. അപ്പോൾ 10th പൊസിഷനിൽ നമ്പറാണ് വരുന്നത്, അല്ലാണ്ട് ആ സ്ട്രിങ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഈ സെർച്ച് സ്ലൈസ് മെത്തേഡുകളിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ഇത്രാമത്തെ പൊസിഷൻ തുടങ്ങി ഇതുവരെ ഉള്ള വാല്യൂ നമുക്ക് വേറൊരു സ്ട്രിങ് ആയിട്ട് ആ സ്ട്രിങ് നമുക്ക് വേറൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. സ്ലൈസ് മെത്തേഡ് സ്ലൈസ് എക്സ്ട്രാക്ട് എ പാർട്ട് ഓഫ് സ്ട്രിങ് ആൻഡ് റിട്ടേൺസ് ദി എക്സ്ട്രാക്റ്റഡ്. This example slices out a portion of a string from the position 14 to
21 14 തുടങ്ങി 21 വരെയുള്ള ഭാഗത്ത് ഇപ്പോൾ ക്രിക്കറ്റ് എന്നുള്ള വേർഡ് ആ ഭാഗം ക്രിക്കറ്റ് എന്ന് തന്നെ നമുക്ക് ആ വേറൊരു സ്ട്രിങ് ആണത് ക്രിക്കറ്റ് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ക്രിക്കറ്റ് എന്ന് നമ്പർ അല്ല ആ സ്ട്രിങ് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നു സ്ലൈസ് ചെയ്യാൻ. If a parameter is negative, the position is counted from the end of the string. Parameters slice എന്നുള്ള മെത്തേഡിലേക്കുള്ള പാരാമീറ്റേഴ്സ് നെഗറ്റീവ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ സ്ട്രിങ്ങിൻ്റെ എൻഡിൽ നിന്നാണ് കൗണ്ട് ചെയ്ത് തുടങ്ങുന്നത്. This example slice out a portion of string from position -14 to position -8. ഈ സ്ട്രിങ് ഹോക്കി, കബഡി, ക്രിക്കറ്റ് എന്നൊക്കെ എഴുതിയിട്ടുള്ളതിൽ അതിൽ -14 എന്ന് പറയുമ്പോൾ ബാക്കിൽ നിന്ന് എണ്ണാം. ടി, ഇ, കെ അങ്ങനെ എണ്ണി വരുമ്പോൾ 14th പൊസിഷൻ കബഡിയിലെ കെ അവിടെയാണ് 14th പൊസിഷൻ. അവിടെ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് വീണ്ടും -8 പൊസിഷൻ വിക്കറ്റിന് ടി, ഇ അങ്ങനെ എണ്ണി വരുമ്പോൾ 8C. അതാണ് ഇവിടെ റെഡ് കളറിലും യെല്ലോ ബാക്ക്ഗ്രൗണ്ടിലും കൊടുത്തിരിക്കുന്നത്. 14 എന്ന് പറയുമ്പോൾ ഇവിടം വരെ, ബാക്കിൽ നിന്ന് 14 വരുമ്പോൾ കബഡി വരെ, പിന്നെ ബാക്കിൽ നിന്ന് -8 എന്ന് പറയുമ്പോൾ ബാക്കിൽ നിന്ന് വീണ്ടും 8. ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളയുക. ബാക്കിൽ നിന്ന് 14 വരെ എടുത്തിട്ട് അതിലത്തെ -8 സ്ലൈസ് ചെയ്ത് കളയുമ്പോൾ ബാക്കി വരുന്ന ഭാഗം റെസ്റ്റ്. അതാണ് ഈ മെത്തേഡിൽ ഇടുന്ന സ്ലൈസ്. The result of ഈ വേരിയബിൾ RES എന്നുള്ള വേരിയബിൾ വിൽ ബി കബഡി എന്നുള്ള വേർഡായിരിക്കും വരാം. ഇഫ് യു ഒമിറ്റ് ദ സെക്കൻഡ് പാരാമീറ്റർ ദ മെത്തേഡ് വിൽ സ്ലൈസ് ഔട്ട് ദി റെസ്റ്റ് ഓഫ് ദി സ്ട്രിങ്. നമ്മൾ സെക്കൻഡ് പാരാമീറ്റർ ഒമിറ്റ് ചെയ്യും. ഇപ്പോൾ സ്ലൈസ് എന്ന് കൊടുത്തിട്ട് 7 സെക്കൻഡ് പാരാമീറ്റർ കൊടുത്തില്ലെങ്കിൽ ബാക്കി സ്ട്രിങ് ഫുള്ള് ബാക്കി റെസ്റ്റ് ഓഫ് ദ സ്ട്രിങ് ബാക്കി എത്രയുണ്ടോ അത് ഫുള്ളായിട്ട് വരും. ഇവിടെ 7th പൊസിഷൻ തുടങ്ങുമ്പോൾ കബഡി ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുന്ന മൈനസ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന HO അങ്ങനെ എണ്ണി വരുമ്പോൾ കബഡിയിൽ നിന്ന് തുടങ്ങി ബാക്കി ഫുള്ള്. സബ്സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. സബ്സ്ട്രിങ് ഈസ് സിമിലർ ടു സ്ലൈസ്. ദ ഡിഫറൻസ് ഈസ് ദാറ്റ് സബ്സ്ട്രിങ് കനോട്ട് അക്സെപ്റ്റ് നെഗറ്റീവ് ഇൻഡെക്സ്. സബ്സ്ട്രിങ് നെഗറ്റീവ് ഇൻഡെക്സസ് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ സ്റ്റാർട്ടിങ് പൊസിഷൻ തുടങ്ങി ഇത്ര ക്യാരക്ടർ അങ്ങനെ പറയാം. സബ്സ്ട്രിങ് അല്ല, വേറെ STR. സബ്സ്ട്രിങ് പോലെ തന്നെ സ്ട്രിങ് ഇല്ല, STR മെത്തേഡ്. STR method is similar to slice. The difference is that second parameter specifies the length of the extracted part. If you omit the second parameter, substring will slice out the rest of the string. Example, ഹോക്കി, കബഡി ഇതേ തന്നെ നമ്മൾ 7th പൊസിഷൻ തുടങ്ങിയിട്ട് 6 എന്ന് പറയുമ്പോൾ 7th പൊസിഷൻ തുടങ്ങിയിട്ട് എണ്ണം 6 വരെ എടുക്കാം. മറ്റേ സ്ലൈസിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു 7th പൊസിഷൻ തുടങ്ങിയിട്ട് എത്രാമത്തെ പൊസിഷൻ വരെയാണ് എന്നാണ് പറയേണ്ടത്. ഇവിടെ -8 കൊടുത്തത് നെഗറ്റീവ് ആയതുകൊണ്ട് സ്ലൈസ് 21ാമത്തെ 14th പൊസിഷൻ തുടങ്ങി 21ാമത്തെ പൊസിഷൻ വരെ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ പൊസിഷൻ അല്ല പറയണേ, എത്ര ക്യാരക്ടർ 7th പൊസിഷൻ തുടങ്ങി 6 ക്യാരക്ടർ വരെ. ഇത് സ്ലൈസ് ആയിരുന്നെങ്കിൽ 7 + 6 13 കൊടുത്താൽ ഈ കബഡി എന്നുള്ള വേർഡ് നമുക്ക് ഫുള്ള് കിട്ടുള്ളൂ. If you omit the second parameter, substring will slice out the rest of the string. Second parameter പറഞ്ഞില്ലെങ്കിൽ ആ സ്ട്രിങ്ങിൽ റെസ്റ്റ് ബാക്കിയല്ലാതെ 7th പൊസിഷൻ തുടങ്ങി ബാക്കി ഫുൾ കബഡി, ക്രിക്കറ്റ് ഫുള്ള് വരും. If the first parameter is negative, the position counts from the end of the string. നെഗറ്റീവ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എൻഡ് ഓഫ് ദ സ്ട്രിങ്ങിൽ നിന്ന് 7 ക്യാരക്ടേഴ്സ് സബ്സ്ട്രിങ്ങിൽ വരും. ലാസ്റ്റിൽ ഇവിടെ 7 എന്നുമ്പോൾ ക്രിക്കറ്റ് എന്നുള്ള വേർഡ് വരും. റീപ്ലേസിങ് സ്ട്രിങ് കണ്ടന്റ്. നമ്മൾ സ്ട്രിങ്ങിൽ നിന്ന് അബ്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ അങ്ങനെയാണ് പഠിച്ചിരുന്നത്. സ്ലൈസ് ചെയ്തെടുക്കുക, കട്ട് സബ്സ്ട്രിങ് എടുക്കാൻ. ഇതൊരു വേർഡ് റീപ്ലേസ് ചെയ്യാൻ ആ സ്ട്രിങ്ങിൽ ചേഞ്ചസ് വരുത്തിയിരുന്നില്ല ഇത്രയും.
പുതിയൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇത്. റീപ്ലേസ് മെത്തേഡിൽ സ്ട്രിങ്ങിൽ നമുക്ക് ഒരു ചേഞ്ച് വരില്ല. നമ്മൾ ഫുൾ സ്ട്രിങ് കൊടുക്കുന്നു, ആ സ്ട്രിങ്ങിൽ വേറെ ഒരു വേർഡ് സെർച്ച് ചെയ്തിട്ട് ആ വേർഡ് വേറെ വേർഡായിട്ട് റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. str എന്നുള്ള വരും ഐ ലൈക്ക് കസ്റ്റേർഡ് ആപ്പിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റേർഡ് ആപ്പിൾ എന്നുള്ള വേർഡ് മാറ്റിയിട്ട് അവിടെ മാംഗോ എന്ന് കൊടുക്കും. ഒരു ആ str എന്നുള്ള സ്ട്രിങ് നമ്മളുടെ സ്ട്രിങ്ങിൽ ചേഞ്ച് വരില്ല, പുതിയതായിട്ടൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് റീപ്ലേസ് ചെയ്യാണ്. str.replace കസ്റ്റേർഡ് ആപ്പിൾ എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ ന്യൂ സ്ട്രിങ് എന്നുള്ളത് ന്യൂ str എന്നുള്ള വേരിയബിൾ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഐ ലൈക്ക് മാംഗോ എന്നായിരിക്കും വരാം. str എന്നുള്ള സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്താൽ str സെയിം തന്നെ ഐ ലൈക്ക് കസ്റ്റേർഡ് ആപ്പിൾ തന്നെയായിരിക്കും, അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. റിസൾട്ട് ഓഫ് ന്യൂ str വിൽ ബി ഐ ലൈക്ക് മാംഗോ. The replace method does not change the string. It is called on. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ഏതാണ് str എന്ന് പറയുന്നതാണ് റീപ്ലേസ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തത്. എന്ന് വെച്ചാൽ str ഒരു മാറ്റവും വരില്ല, പുതിയൊരു സ്ട്രിങ് ആണ് റിട്ടേൺ ചെയ്യുക, അതാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. It returns a new string. By default, the replace function replace only the first batch. ഫസ്റ്റ് ഒരുപാട് പ്രാവശ്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഒക്കറൻസിൽ മാത്രം ഡിഫോൾട്ടായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഫസ്റ്റ് കാണുന്ന ആ വേർഡ് മാത്രമേ റീപ്ലേസ് ചെയ്യുള്ളൂ. ഡീഫോൾട്ട് ഓപ്ഷൻ. ബൈ ഡിഫോൾട്ട് ദ റീപ്ലേസ് ഫംഗ്ഷൻ ഈസ് കേസ് സെൻസിറ്റീവ്. സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും തിരിച്ചറിയത്. കേസ് ക്യാപിറ്റൽ ലെറ്ററിലാണ് കസ്റ്റേർഡ് ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ സ്മോൾ ലെറ്റർ വെച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേസ് സെൻസിറ്റീവ് ആണ്, റീപ്ലേസ് ചെയ്യില്ല. അപ്പം നമുക്ക് കേസ് സെൻസിറ്റീവ് മാറ്റി ഇൻസെൻസിറ്റീവ്, സെൻസിറ്റീവ് അല്ലാതാക്കണമെങ്കിൽ ഐ എന്നുള്ള സ്ലാഷും കൂടെ കൊടുക്കാം. ഇപ്പോൾ കസ്റ്റേർഡ് ആപ്പിൾ എന്നുള്ള വീട് ഇവിടെ ഐ എന്ന് വെച്ചാൽ കേസ് സെൻസിറ്റീവ് ആകരുത്, ഓപ്പോസിറ്റ് സെൻസിറ്റീവിൻ്റെ ഓപ്പോസിറ്റ് ഇൻസെൻസിറ്റീവ്. അപ്പം നമ്മളിവിടെ ഈ സ്ട്രിങ്ങിൽ കസ്റ്റേർഡ് ആപ്പിൾ നിന്ന് സ്മോൾ ലെറ്ററിൽ കൊടുത്താലും ഇത് കേസ് സെൻസിറ്റീവ് അല്ലാതെ തന്നെ റീപ്ലേസ് ചെയ്യാൻ പറയാണ്. ഇത് നമ്മൾ ഈ സ്ലാഷ് ഐ എന്ന് കൊടുത്തില്ലെങ്കിൽ ഈ വേർഡ് ഒരിക്കലും കസ്റ്റേർഡ് ആപ്പിൾ എന്നുള്ള വേർഡ് അതിലില്ലത്. കാരണം നമ്മൾ സ്ട്രിങ്ങിലുള്ളത് സ്മോൾ ലെറ്ററും സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ക്യാപിറ്റൽ ലെറ്ററുമാണ്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു കസ്റ്റേർഡ് ആപ്പിൾ എന്നുള്ള വേർഡ് ഈ str എന്നുള്ള സ്ട്രിങ്ങിലില്ല, അതുകൊണ്ട് റീപ്ലേസ് ചെയ്യില്ല. പക്ഷെ നമ്മളിവിടെ സ്ലാഷ് എന്നിട്ട് ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസെൻസിറ്റീവ് എന്ന് വെച്ചാൽ സ്മോൾ ലെറ്റർ ആണോ ക്യാപിറ്റൽ ലെറ്റർ ആണോ ഒന്നും നോക്കണ്ട, സ്മോൾ ലെറ്റർ ആയാലും ക്യാപിറ്റൽ ലെറ്റർ ആയാലും റീപ്ലേസ് ചെയ്യണം എന്നുള്ളതാണ്. The regular expressions are written without quotes. To replace all matches, use regular expression with a /G flag, global match. എവിടെയൊക്കെ നമ്മൾ ആപ്പിൾ എന്നുള്ള വേർഡ് ഉണ്ടോ അവിടെ എല്ലാം റീപ്ലേസ് ചെയ്യണം എന്ന് വെച്ചാൽ ഐ ലൈക്ക് കസ്റ്റേർഡ് ആപ്പിൾ ആൻഡ് മാംഗോ. ഐ ലൈക്ക് കസ്റ്റേർഡ് മാംഗോ ആൻഡ് മാംഗോ അങ്ങനെ ചെയ്യണം. ആപ്പിൾ എന്നുള്ള വേർഡ് എവിടെയൊക്കെ ഉണ്ടോ ഫസ്റ്റ്, അല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് അത് ഫസ്റ്റ് ഒക്കറൻസ് മാത്രമേ റീപ്ലേസ് ചെയ്യുള്ളൂ. എത്ര പ്രാവശ്യം ആപ്പിൾ എന്നുള്ള വേർഡ് ഉണ്ടോ അവിടെ എല്ലാം മാംഗോ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ലാഷ് അതിനകത്ത് ജി ഗ്ലോബൽ മാച്ച് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം റീപ്ലേസ് ചെയ്യാൻ പറയും. ഇനി കൺവേർട്ടിങ് ടു അപ്പർ ആൻഡ് ലോവർ കേസ് സ്ട്രിങ്സ്, അപ്പർ കേസ് സ്ട്രിങ് ആക്കാം, ലോവർ കേസ് ആക്കാം ഫങ്ഷൻസ്. സ്ട്രിങ് ടു അപ്പർ കേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രിങ് അപ്പർ കേസ് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് വരും, ടു ലോവർ കേസ് എന്ന് കൊടുത്താൽ സ്മോൾ ലെറ്ററിലേക്ക് വരും. കോൺകാറ്റ് ജോയിൻസ് ടു ഓർ മോർ സ്ട്രിങ്സ്. സ്ട്രിങ് തമ്മിൽ നമ്മൾക്ക് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലസ് എന്നുള്ള സൈൻ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് കാണും. ഒരു സ്ട്രിങ് മിസ്റ്റർ എന്നുള്ളതിൻ്റെ പ്ലസ് ഡോട്ട് ശെൽവരാജ്, ഈ രണ്ട് വേർഡ് ഇങ്ങനെ കോൺകാറ്റിനേറ്റ് ചെയ്ത് പറഞ്ഞെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ പ്ലസ് ഇട്ട് കൊടുത്താൽ മതി. TXT എന്നുള്ളത് പ്രിന്റ് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റർ ഷെൽ അങ്ങനെ ഡിസ്പ്ലേ വരും. അതല്ലാതെ തന്നെ ഈ സ്ട്രിങ്ങിലേക്ക് കോൺകാറ്റിനേറ്റ് ചെയ്ത് വരാൻ ഡോട്ട് യോജിപ്പിച്ച് കോൺകാറ്റിനേറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഈ സ്ട്രിങ് നമ്മൾ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്ലസ് ചെയ്താലും മതി, അതല്ലെങ്കിൽ ഇങ്ങനൊരു മെത്തേഡും കൂടെയുണ്ട്. കോൺകാറ്റ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലസ് ഓപ്പറേറ്റർ. പ്ലസ് ഓപ്പറേറ്ററിന് ന്യൂമറിക്കൽ വാല്യൂസ് ആണെങ്കിൽ അഡീഷൻ ചെയ്യും, ഇപ്പോൾ സ്ട്രിങ്സ് ആണെങ്കിൽ കോൺകാറ്റിനേറ്റ് ചെയ്ത് വരും. ഈ രണ്ട് വേർഡ്സ് ഇപ്പോൾ ടെക്സ്റ്റ് മിസ്റ്റർ
ചെൽവരാജ് ഈ രണ്ട് വാക്ക് തമ്മിൽ txt1 ഡോട്ട് കോൺകാറ്റ് txt2 അതിൻ്റെ ഇടയിൽ ഡോട്ട് പോയിന്റും കൂടി വരണമെങ്കിൽ ഡോട്ട് ഇട്ട് കൊടുക്കാം. മിസ്റ്റർ ഡോട്ട് ഷെൽവരാജ് അങ്ങനെ വരും. ഇത് തന്നെ നമുക്കിങ്ങനെ പ്ലസ് ഇട്ടിട്ടും ചെയ്യാം. ട്രിം എന്നുള്ളത് സ്ട്രിങ്ങിലത്തെ ഒരു ഫംഗ്ഷനാണ് ട്രിം റിമൂവ്സ് trim removes white spaces from both sides. സ്ട്രിങ്ങിൽ നമുക്ക് രണ്ട് സൈഡിൽ ചിലപ്പോൾ നമ്മൾ ബ്ലാങ്ക് സ്പേസ് ഒക്കെ ഇട്ടുണ്ടാവും. എന്തെങ്കിലും സെർച്ച് ഒക്കെ ചെയ്യുമ്പോൾ ആ ബ്ലാങ്ക് സ്പേസ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ട്രിം എന്ന് കൊടുക്കുക. രണ്ട് സൈഡിലെയും ബ്ലാങ്ക് സ്പേസസ് റിമൂവ് ചെയ്ത് പോകും. ഇവിടെ ഇന്ത്യ ഗേറ്റ് ഇവിടെ മുന്നേ ഇവിടെ ഒരു സ്പേസ് ഇട്ടുണ്ട്. ഗേറ്റ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ട്രിം ചെയ്യുമ്പോൾ ആ സ്പേസ് ഒക്കെ പോയി അത് വേറൊരു സ്ട്രിങ്ങിൻ്റെ കൂടെ യോജിപ്പിച്ച് പ്രിന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പേസ് ഇല്ല എന്ന് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അത് എക്സ്ട്രാക്ടിങ് സ്ട്രിങ് ക്യാരക്ടേഴ്സ് character at method returns a character at a specified index in a string. ഈ സ്ട്രിങ്ങിൽ ഫസ്റ്റ് 0th പൊസിഷൻ സ്ട്രിങ്ങിൻ്റെ ഒരു അരേ പോലെ എടുത്തിട്ട് പറഞ്ഞില്ലേ, ഒരു അരേ പോലെയാണെങ്കിൽ ഇത് 0 ഇത് ഫസ്റ്റ് 1 2 അങ്ങനെയാണ് അതിൻ്റെ ഇൻഡെക്സ് വരുന്നത്. അപ്പോൾ ക്യാരക്ടർ അറ്റ് 0 എന്ന് പറഞ്ഞാൽ ടി ആണ്, അല്ല 0th പൊസിഷനിൽ ടി എന്നുള്ളത് വരും. ക്യാരക്ടർ കോഡ് അതായത് നമ്മൾ ഓരോ ക്യാരക്ടറും ആൽഫബറ്റ്സും എല്ലാം കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അത് ബൈനറി ഫോമിലാണല്ലോ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ടി എന്നുള്ളത് വാക്ക് ഇങ്ങനെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടിക്ക് കറസ്പോണ്ടിങ് ഒരു കോഡ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ യൂണിക്കോഡ് എന്ന് പറഞ്ഞൊരു കോഡാണ് യൂണിക്കോഡ് ട്രാൻസ്ഫോർമേഷൻ ഫോർമാറ്റ് കോഡ്. അതാണ് ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഓരോ ക്യാരക്ടറിനും 0 തുടങ്ങിയിട്ട് ഇത് 65,535 ഇത്രയും നമ്പറിൻ്റെ ഇടയിലുള്ള ഓരോ ലെറ്ററിനും ഓരോ യൂണിക്കോഡായിരിക്കും. എ ബി സി അങ്ങനെ ഓരോ ലെറ്ററിനും ഓരോ യൂണിക്കോഡ് ഉണ്ടായിരിക്കും. ആ കോഡ് കിട്ടണമെങ്കിൽ ക്യാരക്ടർ കോഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടർ കോഡ് സെറ്റ്. ഇതിൽ ഫസ്റ്റ് ലെറ്റർ എച്ച് അല്ല, എച്ച് സ്ട്രിങ്ങിലത്തെ ഫസ്റ്റ് ലെറ്റർ എച്ചിൻ്റെ ക്യാരക്ടർ കോഡാണ് 72 റിട്ടേൺ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ ഒരു converting a string to an array. A string can be converted to an array with the split method. Split method യൂസ് ചെയ്ത് നമുക്കൊരു സ്ട്രിങ് ഒരു അരയിലേക്ക് കൺവേർട്ട് ചെയ്യാം സ്ട്രിങ്ങിലെ വാല്യൂസ്. അപ്പോൾ txt1 എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ നമുക്ക് ഒരു സ്ട്രിങ്ങിൽ കോവൈ നെല്ലൈ മധുരൈ എന്നീ വാക്കുകൾ കോമ ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ട്രിങ്ങിൽ. ഇതിൽ നമുക്ക് ഓരോ വേണ്ടി സെപ്പറേറ്റ് ചെയ്ത് ഒരു അരയിലേക്ക് എടുക്കണം. അത് സെപ്പറേറ്ററായിട്ട് നമ്മൾ കോമയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ txt1 എന്നുള്ള സ്ട്രിങ്ങിലാണല്ലോ ഈ വാല്യൂ ഉള്ളത്. ഡോട്ട് സ്പ്ലിറ്റ് ബ്രാക്കറ്റിൽ കോമ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കോമ കാണണം. അതൊക്കെ ഓരോ വേർഡായിട്ട് ഓരോന്നും ഓരോ അരയിലത്തെ ഓരോ എലമെൻ്റ് ആയിട്ട് എടുക്കണം. txt2 ഓഫ് 0 എന്നുള്ളതിൽ കോവയെന്നും txt2 ഓഫ് 1 നെല്ലൈ 2 മധുരൈ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വരും. ഈ ഒരു സ്പ്ലിറ്റ് ഫംഗ്ഷൻ സ്പ്ലിറ്റ് മെത്തേഡ് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഈ txt1 എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ നിന്ന് txt2 എന്നുള്ള സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യും. അത് txt2 എന്ന് പറയുന്നത് ഒരു അരയായിട്ടാണ് വരുന്നത്. അരയിലത്തെ txt2 ഓഫ് 0യിലേക്ക് ഫസ്റ്റ് വേർഡ് കോമ വരെയുള്ള വേർഡ് കോമ എവിടെയാണോ കാണണം അവിടെ സെമിക്കോളം വെച്ച് സെപ്പറേറ്റ് ആണെങ്കിൽ സ്പ്ലിറ്റ് എന്നുള്ളത് സെമിക്കോളം കൊടുത്താൽ മതി. അതല്ല സ്പേസ് അല്ലെങ്കിൽ ഡോട്ട് ഏത് വെച്ചാണ് സെപ്പറേറ്റ് ചെയ്യണത് അതിവിടെ കൊടുക്കാം. നമ്മൾ ഈ അര ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ txt2 ഓഫ് 0 എന്നുള്ളതിൽ കോവയുന്നുണ്ടാവും, txt2 ഓഫ് 1 എന്നുള്ള ഡിസ്പ്ലേ ചെയ്താൽ നെല്ലൈ ഉണ്ടാവും. അങ്ങനെ ഓരോ വേർഡായിട്ട് സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ഈ സ്പ്ലിറ്റിൽ നമ്മൾ ഈ ഒന്നും കൊടുത്തില്ലെങ്കിൽ സ്പ്ലിറ്റ് എന്നുള്ള മെത്തേഡിൽ വെറുതെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം ക്ലോസ് ചെയ്യണം. ഇഫ് ദ സെപ്പറേറ്റർ ഈസ് ഒമിറ്റഡ് അതായത് txt1 ഓഫ് സ്പ്ലിറ്റ് വെറുതെ ഇതുപോലെ ബ്രാക്കറ്റ് വെറുതെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ the return array will contain the whole string in txt2 of 0. ഫസ്റ്റ് ഇത് മുഴുവനായിട്ട് ഇതിനൊന്നും സെപ്പറേഷൻ എങ്ങനെയാണെന്ന് പറയണില്ലല്ലോ. അപ്പോൾ ഈ സ്ട്രിങ് എന്താണോ അത് മൊത്തത്തിൽ txt1 txt2ലേക്ക് അത് ഒരു അരയായിട്ട് txt2 ഓഫ് 0 ഒറ്റ എലമെൻ്റ് അല്ലല്ലോ. അപ്പോൾ txt2 ഓഫ് 0യിലേക്ക് സ്റ്റോർ ചെയ്യും. ഇഫ് ദ സെപ്പറേറ്റർ ഈസ്
വെറുതെ ഇങ്ങനെ കോഡ്സ് ബ്ലാങ്ക് ആണെങ്കിലും അവിടെ ഡബിൾ കോഡ്സ് തന്നെ കൊടുക്കുക. അല്ലാതെ വെറുതെ ഇങ്ങനെ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യണം ക്ലോസ് ഓപ്പണിങ് ക്ലോസിങ് ബ്രാക്കറ്റുകൾ മാത്രമല്ല, അതിനകത്ത് ഡബിൾ കോഡ്സിൽ ഇങ്ങനെ ബ്ലാങ്ക് കൊടുത്താലും ദ റിട്ടേൺ അറേ വിൽ ബി ആൻ അറേ ഓഫ് സിംഗിൾ ക്യാരക്ടേഴ്സ്. ടി എക്സ് ടി എന്ന് പറഞ്ഞ വേരിയബിളിൽ കമ്പ്യൂട്ടർ എന്നുള്ളൊരു വേർഡുണ്ട്. അതിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സെപ്പറേറ്റർ എന്താണെന്ന് പ്രത്യേകിച്ചൊന്നും പറയണില്ല. എന്നാൽ സ്പ്ലിറ്റിലേക്ക് വെറുതെ ഡബിൾ കോഡ്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ബ്ലാങ്ക്. അങ്ങനെയാകുമ്പോൾ ഓരോ ക്യാരക്ടറായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ടി എക്സ് ടി ഓഫ് 0 സി, 1 ഒ, എം, പി, യു, ഇങ്ങനെ ഓരോ ക്യാരക്ടറായിട്ട് ടി എക്സ് ടി എന്ന് പറയുന്ന ഒരരയിലേക്ക് സ്റ്റോർ ചെയ്ത് വരും. പിന്നെ കുറച്ച് സ്ട്രിംഗ് ഫങ്ഷൻസ് എല്ലാം ആണ് ഡിസ്കസ് ചെയ്തത് ഇന്നത്തെ ക്ലാസ്സിൽ. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ്.